ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ജനുവരി 10, 2026. നമ്മുടെ Q3 ഏർണിംഗ് സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ഗ്ലോബൽ സ്പിരിറ്റും ഇവരുടെയൊക്കെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു തുടങ്ങി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഡിമാർട്ട് ഇന്ത്യയിലെ റീറ്റെയിൽ ശൃംഖലയുടെ അധിപനായിട്ടുള്ള ഡിമാർട്ടിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. റിസൾട്ട് സീസൺ ഗംഭീര തുടക്കം എന്ന് പറയാം. ഡിമാർട്ടിന്റെ റിസൾട്ട് മോർ ദാൻ എസ്റ്റിമേറ്റഡ് ആണ്, അല്ലെങ്കിൽ ബീറ്റ് എസ്റ്റിമേറ്റഡ് എന്ന് പറയാം, എസ്റ്റിമേഷൻ എന്ന് പറയാം. ഡിമാർട്ടിന്റെ Q3 റിസൾട്ട് പ്രകാരം 17,613 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. Q3 13% വർധനവ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ 9% വർധനവ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് Q2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് 6 ക്വാർട്ടറിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഇബിറ്റയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇബിറ്റ 1482 കോടി രൂപയാണ്. അതിലും 20% വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും വന്നിരിക്കുന്നത്. മാർജിൻ 8.41% ജമ്പ് ചെയ്തിരിക്കുന്നു. 48 ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് കഴിഞ്ഞ വർഷവുമായിട്ട്. 83 ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോഴും ഉണ്ടാകുന്നത്. 923 കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. 18% വളർച്ച, 24% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വളർച്ച. ഒരു ഷെയറിന് Q3 മാത്രം 14 രൂപ 19 പൈസയായിരിക്കുന്നു. ഇത് നോക്കുമ്പോഴും 18% ഉയർച്ചയുണ്ട്. 9 മാസത്തെ 2026 ഈ വർഷത്തെ 9 മാസത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ 49,764 കോടി രൂപയാണ്. അതിലും കഴിഞ്ഞ വർഷത്തെ 9 മാസത്തെ റവന്യൂയേക്കാൾ 15% വർധന വന്നിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇതുവരെ കമ്പനി 2,499 കോടി രൂപ നേടിയിരിക്കുന്നു. ഇതിലും 8% നേട്ടം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ലീഡർഷിപ്പിൽ ചേഞ്ച് വന്നിരിക്കുന്നു. MD CEO ആയിരുന്ന ഇഗ്നാറ്റിയസ് നോർബാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നു. ജനുവരി 31 ആയിരിക്കും അദ്ദേഹത്തിന്റെ അവസാന ദിവസം. ടെന്യൂർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിന് 3 വർഷത്തെ കംപ്ലീഷൻ ആയിരുന്നു, അത് കഴിഞ്ഞു, അദ്ദേഹം പോകുന്നു. അൻഷ്വൽ അസ്വ പണ്ടത്തെ യൂണിലിവറിന്റെ IIT എക്സ് യൂണിലിവറാണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ടായിരുന്നവരാണ്. IIT IIM അലുമിനിയാണ്. അവരാണ് CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 1 അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. 3 വർഷത്തേക്കാണ് അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത്. 4 സീനിയർ എക്സിക്യൂട്ടീവുകളെ അവരെ സീനിയർ മാനേജ്മെന്റ് ലെവലിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. FMCG, മെർക്കൻഡൈസിംഗ്, അപ്പാരൽ, IR ഹെഡ്സ് ഇങ്ങനെയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 442 സ്റ്റോറുകൾ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ LFLന്റെ ഗ്രോത്ത് 5.6%. LFL ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വർഷമായിട്ട് കമ്പനി ഓപ്പറേറ്റ് ചെയ്തിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളാണ്, സ്റ്റോറുകളാണ് LFL എന്നറിയപ്പെടുന്ന LFL ഗ്രോത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ 5.6% ഗ്രോത്ത് ഉണ്ട്, വളരെ സ്ട്രോങ് ആണ്. അതായത് റവന്യൂ പെർ സ്ക്വയർ ഫീറ്റ് 9,290 രൂപയാണ്. ഡിമാർട്ട് ഏകദേശം 19 സിറ്റികളിൽ വീണ്ടും ലൈവ് ആയിരിക്കുന്നു. 25 സിറ്റികളിൽ കൂടുതലായിട്ട് തുറക്കാം.